അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യ അവസരത്തിൽ ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ റമദാനിലേക്ക് നാം സമയം കൊണ്ടും ഒരുക്കങ്ങൾ കൊണ്ടും അടുത്തുകൊണ്ടിരിക്കുന്നു. റമദാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ശരീഅത്താക്കിയതാണ് നോമ്പ് എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്ന് രണ്ടാമത്തെ വർഷത്തിലാണ് നോമ്പ് നമുക്ക് ശരീഅത്താവുന്നത്. ആ നോമ്പ് നിർബന്ധമായി നിശ്ചയിക്കപ്പെടുന്നത്. അതിനു മുമ്പ് സുന്നത്തായ നോമ്പുകൾ ഉണ്ടായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിക ശരീഅത്തുകൾ മനുഷ്യന്മാർക്ക് അല്പാൽപമായിട്ടാണ് നിശ്ചയിച്ചു കൊടുത്തത്. അങ്ങനെ 23 കൊല്ലം കൊണ്ടാണ് ആ ശരീഅത്ത് പൂർത്തിയാക്കിയത്. ആ ശരീഅത്ത് മുഴുവൻ, ആ ഇസ്ലാം മുഴുവൻ ഒരാൾ ഏറ്റക്കുറച്ചിലുകൾക്ക് വിധേയമാക്കാതെ സ്വീകരിക്കുമ്പോഴാണ്, പ്രാവർത്തികമാക്കുമ്പോഴാണ് അയാൾ യഥാർത്ഥ മുസ്ലിമായി മാറുന്നത്. തൻ്റെ സൗകര്യവും തൻ്റെ താല്പര്യവും തൻ്റെ ഇച്ഛയും അവിടെ ഒരാൾ പ്രമാണമാക്കുകയും അതനുസരിച്ച് അള്ളാഹു വാജിബാക്കിയതിൽ ചിലതെടുക്കുകയും ചിലത് തള്ളിക്കളയുകയും ചെയ്താൽ അയാൾക്ക് ചെയ്തതിന് പ്രതിഫലമുണ്ടാവുകയില്ല എന്ന് മാത്രമല്ല, അയാൾക്ക് അയാളുടെ ഇച്ഛയെ ഇലാഹാക്കിയത്, പ്രമാണമാക്കിയത് കാരണം കുറ്റവും കിട്ടും. അതുകൊണ്ട് പരിശുദ്ധ റമദാനിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നാം വളരെ ഗൗരവത്തിൽ വിലയിരുത്തേണ്ട കാര്യങ്ങളാണ് റമദാനിൽ നോമ്പിനോടൊപ്പം അള്ളാഹു ശരീഅത്താക്കിയ മറ്റു ഇബാദത്തുകളിൽ എൻ്റെ നിലപാട് എന്താകുന്നു എന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിൻ്റെ തൂണുകൾ അല്ലെങ്കിൽ ഇസ്ലാം കാര്യങ്ങൾ 5 പഠിപ്പിച്ചത്. അതിലൊന്നാമത്തതാണ് ഷഹാദത്ത് കലിമ, സാക്ഷ്യം വഹിച്ച് പ്രഖ്യാപിക്കുക. അള്ളാഹു മാത്രമാണ് ആരാധനക്ക് അർഹനെന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലാണ് എന്നും എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുസരിക്കേണ്ടത്, എൻ്റെ നിലപാടുകളിൽ ഞാൻ പ്രാമുഖ്യം നൽകേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ വിഷയത്തിലെടുത്ത തീരുമാനത്തിനാണ്. ഈ പ്രമേയമാണ് അള്ളാഹു ഇസ്ലാമിൻ്റെ തൂണുകളിൽ 1 പഠിപ്പിച്ചത്. ഇത് ശ്രദ്ധിക്കുമ്പോൾ മാത്രമാണ് അടുത്ത തൂണുകൾക്ക് അയാളുടെ ജീവിതത്തിൽ പ്രസക്തിയുള്ളൂ. കാരണം 2ാമത്തെ റുക്കിൻ നിസ്കാരമെന്നാണ് പഠിപ്പിച്ചത്. ആ നിസ്കാരത്തെക്കുറിച്ച് അള്ളാഹ് പ്രയോഗിച്ചത് തന്നെ ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബ മൗഖൂത, സത്യവിശ്വാസികൾക്ക് നിശ്ചയിച്ചു കൊടുത്ത ഇബാദത്ത് എന്നാണ്. അപ്പം മുഅ്മിനാവുക എന്ന ഷർത്ത് ആ നിസ്കാരത്തിൻ്റെ സ്വീകാര്യതയ്ക്ക് അള്ളാഹ് വെച്ചു. ആ മുഅ്മിനാവുക എന്ന ഷർത്ത് അയാൾക്ക് പരിഗണിക്കപ്പെടണമെങ്കിൽ അയാൾ ഷഹാദത്തുള്ളവനാവണം. ഷിർക്ക് ചെയ്തുകൊണ്ട് നിസ്കരിച്ചിട്ട് കാര്യമില്ല. അള്ളാഹുവിൻ്റെ റസൂലിനെ പ്രമാണമായി അംഗീകരിക്കാതെ നിസ്കരിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഷഹാദത്ത് ശരിയാവാതിരിക്കുക എന്നതാണ് ഒരു മനുഷ്യൻ്റെ വിഷയത്തിൽ ഇബ്ലീസ് 1 ശ്രമിക്കുക. അതിലവന് പാകപ്പിഴവുണ്ടാക്കിയാൽ പിന്നെ ബാക്കി വിഷയത്തിൽ ഇബ്ലീസ് അവനെ പിഴപ്പിക്കേണ്ടതില്ല, അവൻ സ്വയം പേച്ചോളും. അതുകൊണ്ട് 1 ഷഹാദത്ത് ഉറപ്പിക്കണം. 2ാമത്തത് നിസ്കാരമാണ്. സമയം തെറ്റിക്കാതെ അതിൻ്റെ യഥാർത്ഥ സമയത്ത് ആ നിസ്കാരം ഒരു മുസ്ലിം ശ്രദ്ധിക്കണം. പുരുഷന്മാരാണെങ്കിൽ കഴിവിൻ്റെ പരമാവധി തൻ്റെ നാട്ടിലുള്ള പള്ളിയുടെ ജമാഅത്തിനെ ഹയാത്താക്കുന്നിടത്ത് പരിശ്രമിക്കുകയും വേണം. ആ നിസ്കാരവും ശരീഅത്താക്കിയതിന് ശേഷം 3ാമത് ശരീഅത്താക്കുന്നത് ഹിജ്റയുടെ 1ാമത്തെ വർഷത്തിൽ, നോമ്പ് ഹിജ്റ 2ാം കൊല്ലത്തിലാണ്, ഹിജ്റ 1ാമത്തെ വർഷത്തിൽ സക്കാത്താണ്. അതുകൊണ്ടൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ അവൻ ശ്രദ്ധിക്കേണ്ട മുൻഗണനാക്രമമനുസരിച്ച് പരിഗണിക്കേണ്ട ഇസ്ലാമിൻ്റെ തൂണുകളിൽ 3ാമത്തത് അത് സക്കാത്താണ്. അപ്പോൾ റമദാനിലേക്ക് പ്രവേശിക്കുന്നവർ എന്ന നിലക്ക് അതും നമ്മുടെ ശ്രദ്ധയിലുണ്ടാവണം. അതിൻ്റെ ഗൗരവം നമ്മൾ ഉൾക്കൊള്ളണം. അല്ലാഹു സുബ്ഹാനഹു വ തആല 26 സ്ഥലങ്ങളിലാണ് സക്കാത്തിനെ നിസ്കാരത്തിൻ്റെ കൂടെ ചേർത്ത് പഠിപ്പിച്ചിട്ടുള്ളത്.
ഒരാളുടെ ശരീരം കൊണ്ടുള്ള ബാധ്യതയാണ് നിസ്കാരമെങ്കിൽ അയാളുടെ സമ്പത്തിലുള്ള ബാധ്യതയാണ് സക്കാത്ത് എന്ന് പറയുന്നത്. ആ സക്കാത്ത് അയാൾ ശ്രദ്ധിക്കുമ്പോഴാണ് അയാളെ സംബന്ധിച്ചിടത്തോളം മറ്റു ഇബാദത്തുകൾക്ക് പ്രസക്തിയുള്ളൂ. മറിച്ച് അയാൾ നിസ്കരിക്കുന്നു, നോമ്പും നോൽക്കുന്നു, ഇടയിലുള്ള സക്കാത്ത് കൊടുത്തില്ല. എന്താണ് കാരണം? അയാൾക്ക് പല കാരണങ്ങൾ പറയാം. ഒന്നുകിൽ സക്കാത്ത് ഇല്ല എന്ന് പറയാം, എങ്കിൽ അത് ഹക്കാണെങ്കിൽ അയാൾക്ക് പിന്നെ സക്കാത്തില്ല, ഇല്ല അയാൾക്ക് ബാധ്യതയില്ല എന്ന് നമ്മൾ പറയും. ആ റുക്കൻ അയാൾക്കില്ല എന്ന് പറയും. അതല്ല, പിശുക്കാണ് എങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ അനുസരിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുക എന്ന കാര്യത്തിൽ അയാൾ പിൻപന്തിയിലാണ്, അയാൾ പിന്നിലാണ് എന്നാണ് അർത്ഥം. അതുകൊണ്ട് എന്തിനാണ് ഞാൻ നിസ്കരിക്കുന്നത്? അതെനിക്ക് തരക്കടില്ല, എൻ്റെ മേത്തുനിന്ന് പൈസ പോണ കാര്യമല്ല. നോമ്പ് അത് കുറേയൊക്കെ ആരോഗ്യ സംരക്ഷണം കൂടിയാണ് എന്ന് വന്നാൽ അയാളുടെ ഇച്ഛയെയാണ് അയാൾ ആരാധിക്കുന്നത്, അയാൾ അനുസരിക്കുന്നത്. അങ്ങനെയാണ് അള്ളാഹ് പറഞ്ഞത്, അറഅയ്ത മനിത്തഖദ ഇലാഹഹു ഹവാ. തൻ്റെ ഇച്ഛയെ ആരാധ്യനാക്കിയ ആളുകളെ നബിയെ താങ്കൾ കണ്ടുവോ എന്ന് പറഞ്ഞാൽ തൻ്റെ ഇഷ്ടമാണ്. അള്ളാഹ് പറഞ്ഞതുകൊണ്ട് എന്നാണെങ്കിൽ പിന്നെ സക്കാത്തും നോമ്പും നിസ്കാരവും ഒക്കെ കഴിയും. അതേ സന്ദർഭത്തിൽ അയാൾക്ക് താല്പര്യമുള്ളത് അയാൾ ചെയ്യുന്നു, ചിലതിനോടൊന്നും അയാൾക്ക് താല്പര്യമില്ല, അത് മെനക്കെടലാണ്. ഇതൊന്നും മെനക്കെടലില്ലാതെ ചെയ്യാവുന്നതാണ്, ചിലതൊക്കെ എന്നെ സംബന്ധിച്ച് വലിയ മെനക്കെടലാണ് എന്ന് വന്നപ്പോൾ അയാൾ വാജിബുകൾക്കിടയിൽ വേർതിരിവുണ്ടാക്കി, വാജിബുകൾക്കിടയിൽ പ്രാധാന്യം കൽപ്പിക്കുന്നിടത്ത് വേർതിരിവുണ്ടാക്കി എന്നാണെങ്കിൽ അയാൾ അള്ളാനെയല്ല അനുസരിക്കുന്നത്, തന്നിഷ്ടത്തെയാണെന്നാണ്. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ് സക്കാത്ത് എന്ന് പറയുന്നത്. പരലോക ചിന്തയുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, പരലോകത്തെക്കുറിച്ച് ബോധമുള്ളൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, പരലോകമാണ് എൻ്റെ മുഖ്യ ജീവിതം എന്ന് തിരിച്ചറിഞ്ഞ ഒരാളെ സംബന്ധിച്ചിടത്തോളം ദുന്യാവിനോടോ ദുനിയാവിൻ്റെ പണത്തോടോ അനർഹമായ ഒരു മോഹം സ്വാഭാവികമായിട്ടും അയാൾക്ക് ഉണ്ടാവില്ല. അങ്ങനെയാണ് പൊതുവിൽ പരലോക ബോധമുള്ളൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളൊരു അവസ്ഥ അങ്ങനെയായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അൻസാരികളെ കുറിച്ച് പറഞ്ഞു. ആ അൻസാരികളുടെ പ്രത്യേകത, യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജതൻ മിമ്മാ ഊതു. അവർക്ക് നൽകപ്പെട്ട പണത്തിൽ ദുനിയാവിൽ അവർക്കൊരാവശ്യം ഫീൽ ചെയ്യുന്നില്ല, ഒരാവശ്യം അവർക്ക് തോന്നുന്നില്ല. മറിച്ച് വയുക്സിറൂന അലാ അൻഫുസിഹിം, ദുന്യവിയായി തങ്ങൾക്ക് നൽകപ്പെട്ട സൗകര്യങ്ങളൊക്കെ അത് മുഹാജിറുകൾക്ക് കൈവിട്ടു കൊടുക്കാൻ, അവർക്ക് ദാനമായി നൽകാൻ, പകുത്ത് നൽകാൻ, അവർക്ക് തങ്ങളെക്കാൾ പ്രാധാന്യം കൊടുക്കുക എന്നൊരു മാനസികാവസ്ഥയായിരുന്നു അൻസാരികൾക്കുണ്ടായിരുന്നത്. വലൗ കാന ബിഹിം ഖസാസ, അതവർക്ക് ഏറ്റവും പ്രിയങ്കരമായ, അവർക്കേറ്റവും ഫേവറേറ്റ്, അതാണ് ഖസാസത്ത് എന്ന് പറഞ്ഞാൽ, ആയ കാര്യമാണെങ്കിൽ പോലും അവർ വിട്ടുകൊടുക്കുന്നതിന് അവർക്കൊരു പ്രയാസമില്ല. എന്നിട്ട് അള്ളാഹു അതിനൊരു അടിക്കുറിപ്പ് നൽകുന്നത്, വമയൂഖ ശുഹ നഫ്സിഹി ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ആരാണോ തൻ്റെ മനസ്സിൻ്റെ പിശുക്കിൽ നിന്ന് രക്ഷപ്പെട്ടത് അവർ മാത്രമാണ് വിജയികൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അതൊരു പ്രവണതയാണ്, ഈ പിശുക്ക് അത് രക്ഷപ്പെടുക എന്നുള്ളത്, ഈ പിശുക്കിനോട് അയാൾക്ക് ഭ്രമമുണ്ടാവാതിരിക്കുക എന്നത്, പരലോകത്തെക്കുറിച്ച് ചിന്തിക്കുക എന്നത്. അതുകൊണ്ടാണ് സൂറത്തുൽ ബഖറയിൽ സ്വതക്കയുടെ വിഷയങ്ങൾ അതിൻ്റെ അവസാന ഭാഗത്ത് പലിശയെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് അള്ളാഹ് പറയുന്നത് മുഴുവൻ സ്വതക്കയെക്കുറിച്ചാണ്. അവിടെയൊക്കെ മുസ്ലിങ്ങളുടെ സ്വതക്കയെക്കുറിച്ച് പറയുമ്പോൾ അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നവർ എന്നാണ് അള്ളാഹു ആവർത്തിച്ചു കൊണ്ടിരുന്നത്. ദുനിയാവിനെ ആഗ്രഹിക്കുന്നവർ എന്നാണ് സ്വതക്കയിൽ പിശുക്ക് കാണിക്കുന്ന മുനാഫിക്കീങ്ങളെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് സക്കാത്ത് കൊടുക്കുക എന്നുള്ളത് അതൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമുള്ള കാര്യമാണ്. സാധാരണ നമ്മൾ അതിൽ കേൾക്കാറുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് എപ്പോഴും കയറി വരേണ്ട ഒരു വിഷയം സക്കാത്ത് കൊടുക്കാനുള്ള ഗൗരവമാണ്. സത്യത്തിൽ സക്കാത്തിനെ കുറിച്ച് നിസ്കാരവും മറ്റൊക്കെ പോലെ തന്നെ അത് കൊടുത്താനുള്ള ഫദ്ല്, മഹത്വം അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുണ്ട്. കൊടുക്കാനുള്ള ഗൗരവം കൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ആളുകളുടെ പിശുക്ക് മൂത്തത് കാരണമാണ് സക്കാത്ത് കൊടുത്താനുള്ള ഫദ്ലിനേക്കാളും കൊടുക്കാനുള്ള കുറ്റം ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ട ഒരു അവസ്ഥ വരുന്നത്. സത്യത്തിൽ സക്കാത്ത് കൊടുക്കുക എന്ന് പറയുന്നത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ പ്രതിഫലമുള്ള കർമ്മമായി നമ്മോട് പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അതിൽ അല്ലാഹ് പറഞ്ഞു വന്നു, ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വ ഉയൂനിൻ ആഖിദീന മാ ആതാഹും റബ്ബുഹും ഇന്നഹും കാനൂ ഖബ്ല ദാലിക മുഹ്സിനീൻ കാനൂ ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ
വബിൽ അസ്ഹാരിഹിം യസ്തഗ്ഫിറൂൻ വഫി അംവാലിഹിം ഹഖ്ഖുൽ ലിസ്സായിലി വൽ മഹ്റൂം. സ്വർഗത്തിൻ്റെ അരുവികളിൽ സ്വർഗത്തിൽ അല്ലാഹ് നൽകുന്ന ഓരോ സൗകര്യങ്ങളും സ്വീകരിച്ച് ആസ്വദിച്ച് അനുഭവിക്കുന്നവരായിരിക്കും തഖ്വ കൈക്കൊള്ളുന്നവർ. അവർ രാത്രിയിൽ അല്പമാണ് ഉറങ്ങുന്നത്. അവർ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തും. അന്ത്യയാമങ്ങളിൽ തങ്ങളുടെ സമ്പത്തുക്കളിൽ സാധുക്കൾക്ക്, ദരിദ്രർക്ക് അവരുടെ സമ്പത്തുക്കളിൽ ഒരു ഓഹരി അവർ കണ്ടുവച്ചിട്ടുണ്ടാവും. അതാണ് സക്കാത്ത് എന്ന് പറഞ്ഞാൽ. അപ്പം ഇത് സ്വർഗം കിട്ടുന്ന കാര്യമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വാഗ്ദാനം ചെയ്യുന്നു. ആ സക്കാത്ത് നൽകാഞ്ഞാൽ കുറ്റമുണ്ട് എന്നാണ് പറഞ്ഞത്. ആ സക്കാത്ത് നൽകാഞ്ഞാൽ കുറ്റമുണ്ട്. അപ്പം ഇനി എന്ത് വേണം? ആ സക്കാത്ത് നമ്മൾ കണക്ക് കൂട്ടണം. ഒരു ചെറിയ കുട്ടി മദ്രസയിൽ സക്കാത്തിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അത് അന്ന് അവൻ്റെ കയ്യിൽ സമ്പത്തുള്ളത് കൊണ്ടാവില്ല. ചിലപ്പോൾ ചെറിയ കുട്ടിക്കും സക്കാത്ത് ഉണ്ടാവാം. കാരണം ആ ചെറിയ കുട്ടി ഭ്രാന്തൻ എന്ന തടസ്സങ്ങൾ സക്കാത്ത് എന്ന ഇബാദത്തിനെ ബാധിക്കൂല. നിസ്കാരത്തിനെ ബാധിക്കും, നോമ്പിനെ ബാധിക്കും. ഭ്രാന്തൻക്ക് നിസ്കാരമില്ല, നോമ്പില്ല. ചെറിയ കുട്ടിക്ക് നിസ്കാരമില്ല, നോമ്പില്ല. അതേ സന്ദർഭത്തിൽ ഒരു വയസ്സായ അന്ന് ജനിച്ച കുട്ടിക്ക് ആ കുട്ടിയുടെ പിതാവ് മരണപ്പെട്ട അനന്തരാവകാശമായി സ്വത്ത് കിട്ടിയ അവസ്ഥയാണ്. അല്ലെങ്കിൽ ഈ കുട്ടിക്കാരെങ്കിലും വസിയത്ത് ചെയ്തു എന്ന് കൂട്ടുക. അങ്ങനെയൊക്കെ വന്ന് സക്കാത്തിൻ്റെ അളവെത്തിയ പണം ഈ കുട്ടിയുടെ ഉടമസ്ഥതയിലുണ്ടെങ്കിൽ ആ കുട്ടിക്ക് സക്കാത്ത് ഉണ്ടെന്ന് പറയും. ആ കുട്ടിയെ സംബന്ധിച്ച് സക്കാത്ത് കൊടുക്കേണ്ടത്, മസ്അല അറിഞ്ഞിരിക്കേണ്ടത് ആരാണോ നിലവിൽ കുട്ടിയുടെ വലിയ ഉത്തരവാദിത്തമുള്ളത് അയാളാണ് എന്ന് മാത്രം. അപ്പോൾ നമ്മൾ ചെറിയ കുട്ടികൾക്ക് മദ്രസകളിൽ സക്കാത്തിൻ്റെ മസ്അല പഠിപ്പിച്ചു കൊടുക്കുന്നത് മിക്കവാറും അവർ കൊടുക്കാനോ ശ്രദ്ധിക്കാനോ ആവില്ല. പക്ഷെ ഭാവിയിൽ ഇങ്ങനൊരു മസ്അല ഇസ്ലാമിലുണ്ട് എന്നൊന്ന് പഠിച്ച് കേട്ട് മറന്നാൽ പിന്നീട് അത് ഉണർത്തപ്പെടുന്ന ഖുതുബകളും ക്ലാസ്സുകളും കേൾക്കുമ്പോൾ അവർക്ക് മനസ്സിലാവാനും ഓർത്തെടുക്കാനും ചോദിക്കാനും അന്വേഷിക്കാനും ഒക്കെയാണ്. എന്നാൽ ആ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ടത് പ്രായപൂർത്തിയെത്തിയിട്ടുള്ളൊരു മനുഷ്യനാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഇതൊരു മുതിർന്നവരെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല. മറിച്ച് ഓൺലൈൻ സംവിധാനങ്ങളിലൂടെ പണമുണ്ടാക്കുന്ന ഹലാലായ ധാരാളം മാർഗങ്ങൾ തന്നെ ഉള്ള ഈ ഒരു കാലഘട്ടത്തിൽ സക്കാത്ത് കൊടുക്കാനുള്ള ധാരാളം ആളുകൾ ഉണ്ടാവും. അത് ചിലപ്പോൾ ഒരു 250 രൂപയാവാം, അതിൽ ചിലപ്പം ഒരു ചെറിയ തുകയാവാം. പക്ഷെ ആ തുക എനിക്ക് സക്കാത്ത് ബാധ്യതപ്പെട്ടിട്ടുണ്ടോ എന്ന് അറിയണമെങ്കിൽ ഞാനത് കണക്ക് കൂട്ടണം, ഞാനത് കൃത്യമായി രേഖപ്പെടുത്തി വെക്കണം, അത് ശ്രദ്ധിക്കണം. ആ ശ്രദ്ധകളെല്ലാം ഇതിൻ്റെ ഭാഗമായി വാജിബാണ്. ഉണ്ടെങ്കിൽ കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. ഉണ്ട് എന്ന് ആരാ പറഞ്ഞുതരിക? എനിക്ക് സക്കാത്ത് ഉണ്ടോ ഇല്ലേ, കൊടുക്കാൻ ബാധ്യതപ്പെട്ടോ ഇല്ലേ എന്ന് ആര് പറയും? അത് പുറത്തുനിന്ന് ഒരാൾക്ക് നോക്കാൻ പറ്റില്ലല്ലോ അവനാൻ്റെ കയ്യിൽ എത്രയാണ് വരുമാനവും ആസ്തിയും വരവും ഒക്കെ ഉള്ളത് എന്ന്. അത് അവനാൻ നോക്കണം. അവനവൻ നോക്കി തൻ്റെ വരവിനെ ഒരു ഒഴുക്കം മട്ടിൽ കാണാതെ അത് എഴുതി വെച്ച് സൂക്ഷിച്ച് തൻ്റെ കയ്യിലുള്ളത് കണക്കിലാക്കി അയാൾ അതിന് സക്കാത്തുണ്ടോ എന്ന് വർഷാവർഷം പരിശോധിച്ച്, ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് അവൻ്റെ വാജിബാണ്. മാലാ യതിമ്മുൽ വാജിബു ഇല്ലാ ബിഹി ഫഹുവ വാജിബുൻ. ഒരു വാജിബായ കാര്യം പൂർത്തിയാവാൻ എന്തൊക്കെ ശ്രദ്ധിക്കണോ അതൊക്കെ വാജിബാണ്. ഒരു വാജിബായ കാര്യം പൂർത്തിയാവാൻ എന്തൊക്കെ ശ്രദ്ധിക്കണോ അതൊക്കെ വാജിബാകുന്നു. വുളു എടുക്കാൻ വെള്ളം വേണം. അപ്പോൾ ഈ വുളു എടുക്കുക എന്നത് വാജിബാണ്. വുളു എടുക്കുക എന്ന വാജിബുണ്ടെങ്കിൽ നിസ്കാരം എന്ന വാജിബ് ശരിയാവുള്ളൂ. അപ്പോൾ വുളു എടുക്കാൻ വാജിബ്, വുളു പൂർത്തിയാവണമെങ്കിൽ എനിക്ക് വെള്ളം വേണം. അപ്പം എനിക്കിപ്പോൾ അതൊന്നും ഇവിടെ മോട്ടർ അടിക്കാനൊന്നും കഴിയൂല, അതല്ലെങ്കിൽ കോരാൻ കഴിയൂല, അതുകൊണ്ട് ഞാൻ തയമ്മും ചെയ്യാണ് എന്ന് പറഞ്ഞാൽ അത് പറ്റൂല. അയാൾ മോട്ടർ ഇടാൻ പറ്റിയാൽ ആ മോട്ടർ ഇട്ടിട്ട് പൈപ്പിൽ വെള്ളം എത്തിക്കൽ വാജിബാന്ന് അറിയും. അപ്പോൾ മോട്ടർ ഇടുന്നതിൻ്റെ വിധി എന്താ വെച്ചാൽ എന്താ പറയുക? വാജിബാണ് അറിയും. അല്ലെങ്കിൽ കപ്പിയും കോരിയും വെച്ചിട്ട് കിണറ്റിൽ നിന്ന് വെള്ളം മുക്കൽ വാജിബാണ് എന്ന് പറയും. എന്താ അതിൻ്റെ വിധി? അത് എന്തൊന്നിനാണോ നിങ്ങളിപ്പോൾ വെള്ളം കോരാൻ പോകുന്നത് അതിൻ്റെ വിധിയാണ്. അപ്പോൾ വുളു എടുക്കൽ വാജിബാണോ, അതിന് നിങ്ങൾക്ക് വെള്ളം കോരേണ്ടി വന്നാൽ കോരേണ്ടി വരൽ ആ വെള്ളം കോരൽ വാജിബായി എന്ന പോലെയാണ്. സക്കാത്ത് കൊടുക്കൽ വാജിബാണോ എങ്കിൽ അതിൻ്റെ കണക്ക് നോക്കൽ വാജിബാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് അറിയുന്നവരോട് ചോദിക്കൽ വാജിബാണ്. അങ്ങനെ അത് എഴുതി വെക്കൽ. എനിക്ക് സക്കാത്തിന് സാധ്യത വന്ന് ഞാൻ ഒരു ബിസിനസ്സിന് തുടങ്ങിയിട്ടുണ്ട്, എൻ്റെ ബിസിനസ്സിൽ എൻ്റെ സ്റ്റോക്ക് കാര്യങ്ങൾ അത് ഞാൻ എഴുതി വെക്കണം, അത് ഞാൻ ഒന്ന് കണക്ക് കൂട്ടി നോക്കണം. കാരണം അതിലെനിക്ക് സക്കാത്തിന് മിക്കവാറും സാധ്യതയുണ്ട്. 1 ലക്ഷത്തിൻ്റെ മേലെ എന്തായാലും എൻ്റെ കച്ചവട വസ്തുക്കൾ അവിടെ ഉണ്ട് എന്നാണെങ്കിൽ അയാൾ എത്ര ഉണ്ട് എന്ന് ഒരു സ്റ്റോക്ക് കണക്കെടുക്കണം. ആ കണക്കെടുക്കാൽ കുറച്ച് പണിയാണോ? ആ കുറച്ച് പണിയാണ്. 2 ദിവസം കട പൂട്ടി വെക്കേണ്ടി വരും എങ്കിൽ അതൊക്കെ അതിൻ്റെ വാജിബായി നാം പറയും. അപ്പോൾ ഇതൊരു നോട്ട് പുസ്തകത്തിൽ എഴുതി വെക്കേണ്ടി വരും, അല്ലെങ്കിൽ അവൻ ആ കണക്ക് ഓർമ്മ വരണം. മിക്കവാറും ആളുകൾ സക്കാത്തിൻ്റെ വിഷയത്തിൽ
വന്ന് ചോദിക്കുന്നൊരു കാര്യം, എനിക്ക് സക്കാത്തിൻ്റെ നിസാബും അതിൻ്റെ ഡേറ്റും എന്നാണ് എന്നറിയൂല എന്നാണ്. അതെന്താണെന്ന് വെച്ചാൽ ഇത്രയും കാലം ശ്രദ്ധിച്ചില്ല എന്നർത്ഥം. അപ്പോൾ ഇത്രയും കാലം ശ്രദ്ധിക്കാത്തതുകൊണ്ട് നമ്മൾ രണ്ട് മറുപടിയാണ് പറയാം. ഒന്ന്, ഇന്ന് മുതൽക്ക് അതാണ് പിടിച്ചാളെ എന്ന് പറയും. ഇന്ന് മുതൽക്ക് അത് പിടിച്ചോ, ഇന്നത്തെ സക്കാത്ത് കൊടുക്കാം. ഇന്ന് ഞാൻ എത്ര കൊടുക്കേണ്ടത്? ഇതുവരെ എത്ര കാലേജ് കൊടുത്തിട്ടില്ല, അതിനൊരു കമ്മട്ടൻ നീ സക്കാത്ത് കൊടുത്ത് വീട്ടണം. അപ്പോൾ 10 കൊല്ലമായിട്ട് ആ ശ്രദ്ധയില്ലെങ്കിൽ 10 കൊല്ലത്തെ സക്കാത്ത് അയാൾ കുറച്ചൊന്ന് മെനക്കെടേണ്ടി വരും. തൻ്റെ ബാങ്കിലെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കേണ്ടി വരും. എല്ലാം എടുത്തിട്ട് അയാൾ ഒരു കമ്മട്ടം കണ്ടിട്ട് കണക്ക് കൂട്ടേണ്ടി വരും. ഞാൻ അടുത്ത വർഷത്തേക്ക് ഇന്നത്തെ ദിവസം മുതൽ അറബി കലണ്ടർ മുതൽ നീ പിടിച്ചോ എന്ന് പറയും. അപ്പോൾ സക്കാത്ത് കാൽക്കുലേഷൻ ഡേറ്റ് എന്ന് പറഞ്ഞൊരു ഡേറ്റ് ഉണ്ട്. എൻ്റെ സക്കാത്ത് ഞാൻ കണക്ക് കൂട്ടേണ്ട ഡേറ്റ് എന്ന് പറഞ്ഞൊരു ഡേറ്റ് ഉണ്ട്. അതെന്നാണ്? എനിക്കെന്നാണോ നിസാബ് എത്തുന്നത്, ആ നിസാബ് എത്തുന്നതാണ് എൻ്റെ സക്കാത്ത് കാൽക്കുലേഷൻ ഡേറ്റ്. അത് അറബി കലണ്ടർ വെച്ച് പിടിക്കണം, ഹിജറ കലണ്ടർ വെച്ച് പിടിക്കണം. അങ്ങനെ അടുത്ത വർഷം ആ കലണ്ടറിൽ അതേ തീയതി വരുന്ന സമയത്ത് എനിക്ക് ഈ നിസാബ് കുറയാത്ത പണം ഉണ്ടെങ്കിൽ ഞാൻ സക്കാത്ത് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ അടുക്ക് കുറഞ്ഞു, അതിൻ്റെ അടുക്ക് സക്കാത്ത് എനിക്ക് കൊടുക്കാൻ ഞാൻ കരുതി വെച്ചിരുന്ന അല്ലെങ്കിൽ ഞാൻ കണക്ക് കൂട്ടി വെച്ചിരുന്ന പണം അതൊരു ഹോസ്പിറ്റൽ കേസിന് ചിലവായി പോയി, അതല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആവശ്യങ്ങൾക്കായി ചിലവായി പോയി എന്നാണ് അയാൾ അതിൻ്റെ സക്കാത്ത് കൊടുക്കണ്ട എന്ന് പറയും. അപ്പോൾ ഈ സക്കാത്ത് ഉണ്ടോ ഇല്ലയെന്ന് അറിയണമെങ്കിൽ അതൊരു മുസ്ലിമിനെ സംബന്ധിച്ച് വാർഷികമായി അങ്ങനെ ലൈവായി നിന്നാൽ മാത്രമേ അവനക്കത് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ ഒരു കഥയിലാണെങ്കിൽ അത് പറ്റൂല. അപ്പോൾ ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ സക്കാത്ത് ഇപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ചിലർക്ക് സക്കാത്ത് ഉണ്ടാവില്ല. ആ സക്കാത്ത് ഉണ്ടാവാത്തത് അയാളെ സംബന്ധിച്ചുള്ള വരവിനേക്കാളും ചിലവുണ്ടാവും. ആ ചിലവ് ദൂർത്തല്ല. ഇനിയിപ്പോൾ ഇവിടെ വേറൊരു വിഷയമുണ്ട്. ഞാൻ സക്കാത്തിൻ്റെ കണക്ക് ഇവിടെ പറയുന്നില്ല. ഇൻഷാ അല്ലാഹ് വിശദമായ ഒരു സക്കാത്തുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ സക്കാത്തുമായി ബന്ധപ്പെട്ട് അതിൽ ശ്രദ്ധിക്കേണ്ട ചില പ്രധാന കാര്യങ്ങൾ പറയാം. ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഈ സക്കാത്ത് ഉണ്ടോ ഇല്ലേ, അപ്പോൾ അയാൾക്കുള്ളൊരു കൺഫ്യൂഷൻ, ഞാൻ ദൂർത്തടിച്ചിട്ടുണ്ടോ, ഞാൻ പിശുക്കിയിട്ടുണ്ടോ. ഒരാൾ പിശുക്കിയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് സക്കാത്ത് കൊടുക്കാനുള്ള സംഖ്യ കൂടും, ദൂർത്തടിച്ചിട്ടുണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കാനുള്ള സംഖ്യ കുറയും. അതിൻ്റെ കുറ്റം ആഖിറത്തിലാണ്. ഇപ്പം നോക്കാൻ നിലവിൽ കയ്യിൽ എത്ര ഉണ്ട് എന്നാണ്. അതിൽ നീ ദൂർത്തടിച്ചോ ദൂർത്തടിച്ചിട്ടില്ലേ അതൊന്നും ഈ സക്കാത്ത് കണക്കൂട്ടിനടുത്ത് നോക്കൂല. നീ ദൂർത്തടിച്ചിട്ടുണ്ടെങ്കിൽ സക്കാത്ത് കൊടുത്ത് പിന്നെ അന്യൻക്ക് അർഹമായ ഒരു തുക കൂടി ഞാൻ ദൂർത്തടിച്ചു എന്നർത്ഥം. പക്ഷെ ഇനി എന്ത് ചെയ്യും? ഒന്നും ചെയ്യാനില്ല. അതിന് തൗബ ചെയ്യുക എന്നല്ലാത്ത വേറൊരു ഓപ്ഷൻ അവിടെ ഇല്ല. അപ്പോൾ ദൂർത്തടിച്ച സംഖ്യ നീ കണക്ക് കൂട്ടിയിട്ട് അത് ഇവിടെ എഴുതി വെക്കണം, അത് കടമാക്കി വെക്കണം, അങ്ങനെയൊന്നും ആരും പറയൂല. നിലവിൽ കയ്യിൽ എത്രയുണ്ട് അതിന് സക്കാത്ത് കൊടുക്കുക എന്നാണ് പറയും. അപ്പം നിലവിൽ കയ്യിൽ എത്ര ഉണ്ട് എന്ന് ചോദിച്ചാൽ അയാൾക്ക് പിന്നെ സ്വർണമുണ്ടോ അതല്ലെങ്കിൽ പണമുണ്ടോ ഇതൊക്കെ ചേർക്കണം എന്നാണ്. ഒരാളെ സംബന്ധിച്ചിടത്തോളം 10.5 പവൻ സ്വർണം ഒരു പെണ്ണിൻ്റെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ ആ സ്വർണ്ണ കോയിനായിട്ടൊരു 10.5 പവൻ കുറയാത്ത സ്വർണം ഒരാളെ കയ്യിലുണ്ട്, ബാങ്കിലുണ്ട്, ലോക്കറിലുണ്ട് എന്നൊക്കെയാണെങ്കിൽ അയാൾ അതിൻ്റെ 2.5% സക്കാത്ത് കൊടുക്കണമെന്ന് പറയും. ഇനി 10.5 പവനില്ല, അയാൾക്കൊരു 8 പവൻ സ്വർണ്ണമുണ്ട്, ബാക്കി 3.5 പവൻ തികക്കാവുന്ന അല്ലെങ്കിൽ 2.5 പവൻ തികക്കാവുന്ന പണവും കയ്യിലുണ്ട് എന്നാണെങ്കിൽ അയാൾക്കും സക്കാത്തായി. അയാളെ സംബന്ധിച്ച് സ്വർണവും പണവും ചേർത്ത് വെക്കും. കാരണം എന്താണ്? സ്വർണം എന്തൊരു പർപ്പസിനാണോ ഉപയോഗിക്കുന്നത് അതേ കാര്യമാണ് പണത്തിനുള്ളത്. എന്നാൽ സ്വർണവും വെള്ളിയും ചേർത്ത് വെക്കൂല. സ്വർണം വെള്ളിയും പലിശയുടെ വിഷയത്തിലും 2ആണ്, സ്വർണവും വെള്ളിയും ഈ സക്കാത്തിൻ്റെ വിഷയത്തിലും 2ആണ്. അപ്പോൾ ഒരാളെടുത്ത് 9 പവൻ സ്വർണ്ണമുണ്ട്, 595 ഗ്രാം വെള്ളി ഉണ്ടെങ്കിൽ അയാൾക്ക് സക്കാത്ത് ഉണ്ട് എന്ന് പറയും. അയാളെടുത്ത് ഒരു 500 ഗ്രാം വെള്ളിയുണ്ട്, നമ്മൾ പറയും അയാൾക്ക് സക്കാത്ത് ഇല്ല എന്ന് പറയും. അയാൾക്ക് 500 ഗ്രാം വെള്ളിയുണ്ട്, 9 പവൻ സ്വർണ്ണമുണ്ട്, നമ്മൾ പറയും സ്വർണത്തിന് അതിൻ്റേതായ നിസാബ് എത്തണം, അല്ലെങ്കിൽ അതിലേക്ക് ക്യാഷ് വെച്ചിട്ട് നിസാബ് ആക്കണം. രണ്ടുമില്ല. വെള്ളി ഈ സ്വർണത്തേക്ക് ചേർക്കുക എന്നതുണ്ടാവില്ല. അപ്പോൾ ആൾക്കാർ ചോദിക്കും, ഇവിടെ 10.5 പവൻ സ്വർണം ഉള്ള ഒരാൾക്ക് സക്കാത്ത് ഉണ്ടെന്നും ഇയാൾക്ക് 10 പവനും 590 ഗ്രാം ഉണ്ടായിട്ട് അയാളെക്കാളും മുതലാളിയിട്ട് അയാൾക്ക് സക്കാത്തില്ല എന്ന്. അതിപ്പോൾ നമ്മളെങ്ങനെ പറയുക? ഇയാൾക്കൊരു 100 ഏക്കർ സ്ഥലമുണ്ട്, 100 ഏക്കർ സ്ഥലമുണ്ട്, ആ ഏക്കർ 100 ഏക്കറിൽ സക്കാത്തില്ല എന്ന് പറയും. അത് അള്ള തീരുമാനിച്ചൊരു ഹദ്ദിലേക്ക് എത്തിയാൽ ഇത് ആരും ആണ്ടുകണ്ട് പറ്റിക്കാൻ പറ്റൂല എന്നർത്ഥം. അള്ള പറഞ്ഞ ഒരു അതിരിൽ എത്തിയാൽ അയാൾ സക്കാത്ത് നൽകണം എന്നാണ് അതിന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള ന്യായം എന്ന് പറയുന്നത്. അതാണ് ഹദീസുകളിൽ നിന്ന് സ്ഥിരപ്പെടുന്നത്. അപ്പോൾ ഒരാൾക്ക് സ്വർണ്ണമുണ്ട്, ആ സ്വർണത്തിൻ്റെ കൂടെ ചേർത്ത് വെക്കാൻ ക്യാഷ് ഉണ്ട് എങ്കിൽ ഇതെല്ലാം കൂടി ചേർത്ത് വെക്കണം എന്ന്. എന്നിട്ട് അതിൻ്റെ 2.5% അയാൾ ഒരു വർഷമാകുമ്പോൾ സക്കാത്ത് കൊടുക്കണമെന്ന് പറയും. ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരാൾക്ക് നിസാബെത്തിയ പൈസ വന്നു. ഞാൻ ഓരോ ഉദാഹരണങ്ങൾ പറയാം. നിസാബെത്തിയ പൈസ വന്നു എന്ന് പറഞ്ഞാൽ
അയാളെ കയ്യിൽ ഇപ്പം നമ്മൾ ഒരു 595 ഗ്രാം വെള്ളിയുടെ മൂല്യമാണ് കറൻസിക്ക് ക്യാഷിന് നമ്മൾ സക്കാത്തായി പറയുക. അപ്പോൾ ആ 595 ഗ്രാം വെള്ളിയുടെ ഏകദേശം ഒരു 50,000 ഉറുപ്പ്യ ഉണ്ടെന്ന് കൂട്ടുക. 50,000 രൂപ ഇയാളെ കയ്യിൽ എന്ന് വന്നു? മുഹറം 1 വന്നു, അല്ലെങ്കിൽ റമദാൻ 1 ഇയാളെ കയ്യിൽ 50,000 രൂപ വന്നു. അയാളത് ബാങ്കിൽ ഇട്ടിട്ടുണ്ട്. അയാളെ സംബന്ധിച്ച് സക്കാത്ത് കാൽക്കുലേഷൻ ഡേറ്റ് സ്ഥിരപ്പെട്ടു. അതിൻ്റെ ശേഷം ഒരു ദുൽഹിജ്ജ മാസം കുറേ കഴിഞ്ഞല്ലോ, ദുൽഹിജ്ജ മാസത്തിൽ അയാൾക്ക് വേറെ ആരോ വേറൊരു ആവശ്യത്തിന് വേറൊരു രൂപത്തിൽ ഒരു ഹദിയയായിട്ടോ അല്ലെങ്കിൽ ഒരു അനന്തരം കിട്ടിയിട്ടോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട്, അല്ലെങ്കിൽ തൻ്റെ കയ്യിൻ്റെ ഒരു സ്ഥലം വിറ്റു അല്ലെങ്കിൽ ബൈക്ക് വിറ്റു, അങ്ങനെ കിട്ടിയ ഒരു ക്യാഷിൻ്റെ ഒരു 25,000 ഉറുപ്പ്യ അല്ലെങ്കിൽ ഒരു 50,000 ഉറുപ്പ്യ ഉണ്ട് എന്ന് കൂട്ടാം. അപ്പോൾ ഈ 50,000 ഇയാൾക്ക് പുതിയത് കിട്ടിയത് ദുൽഹിജ്ജലാണ്. ആദ്യം 50,000 ഉറുപ്പ്യ നിസാബ് തികഞ്ഞതുകൊണ്ട് ഇയാൾ എന്ത് ചെയ്യണം? ഈ 50,000 ഈ പറയുന്ന ആദ്യത്തെ 50,000 അടുത്ത റമദാൻ വരുമ്പം 1,00,000 ഇയാളെ കയ്യിലുണ്ട്. ഈ 1,00,000 അയാൾ സക്കാത്ത് കൊടുക്കണോ? വേണ്ട. അയാൾ ആദ്യം ഒരു വർഷം തികഞ്ഞത് ഏതിനാണ്? 50,000 ഉറുപ്പ്യ, അതിൻ്റെ 2.5% കൊടുക്കണം. എന്നിട്ട് അടുത്ത ദുൽഹിജ്ജ വരും. ആ ദുൽഹിജ്ജ വരുമ്പം അടുത്ത 50,000 അവിടെ ഉണ്ടെങ്കിൽ അതിൻ്റെ 2.5% കൊടുക്കണം. ഇനി അത് 50,000 അവിടെ ഒരു 10,000 ഉറുപ്പ്യ എന്ന് കൂട്ടിക്കോ. ഒരു 10,000 ഉറുപ്പ്യക്ക് ദുൽഹിജ്ജ മാസത്തിൽ വന്നു. 10,000 ഉറുപ്പ്യ ഒറ്റയ്ക്ക് നിസാബില്ല. ആ നിസാബ് ഒറ്റയ്ക്ക് ആവില്ലെങ്കിലും ആദ്യം നിസാബ് എത്തിയ തുക തൻ്റെ കയ്യിലുള്ളതുകൊണ്ട് അയൽക്കാണ്ട് ചേർക്കും. അപ്പോൾ അയാൾക്ക് 60,000 ഉറുപ്പ്യായി. 60,000 രൂപ അടുത്ത റമദാൻ വന്നു. ഇയാൾ 60,000 സക്കാത്ത് എടുക്കണോ? വേണ്ട. അതിൽ 10,000 കൊല്ലം തികഞ്ഞിട്ടില്ല. അപ്പോൾ അടുത്ത റമദാൻ വരുമ്പോൾ 50,000 സക്കാത്ത് കൊടുത്താൽ മതി. ദുൽഹിജ്ജാണ്ട് വന്നു. ദുൽഹിജ്ജ വന്ന ഈ 10,000 2.5%. അപ്പോൾ 10,000 സക്കാത്ത് എത്തുന്ന തുക അല്ലല്ലോ, ആയിക്കോട്ടെ, അത് നിസാബെത്തിയ തുകയിലേക്ക് ചേർത്തതാണ്. പക്ഷേ അതിൽ വ്യത്യാസം ഹൗലിൻ്റെ വിഷയത്തിലാണ്. കാരണം കയ്യിൽ വന്നത് ദുൽഹിജ്ജയിലായതുകൊണ്ട് ദുൽഹിജ്ജയിലാണ് അയാൾ പിന്നെ 10,000 രൂപൻ്റെ 2.5% സക്കാത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ സക്കാത്ത് കൊടുക്കേണ്ടതിൽ പരസ്പരം ചേർക്കേണ്ട തുക ഉണ്ടാവും, ചേർക്കേണ്ടതില്ലാത്ത തുക ഉണ്ടാവും. ഇത് വളരെ പ്രധാനമായി നമ്മുടെ നാടുകളിൽ സക്കാത്തിൻ്റെ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ള ഒന്ന് എന്ന് പറയുന്നത് ഈ സ്വർണം, വെള്ളി, കറൻസി, അതുപോലെ ഇതിലേക്ക് ചേർക്കുന്ന കാര്യമാണ് നമ്മൾ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട കച്ചവട വസ്തുക്കൾ എന്ന് പറയുന്നത്. ഒരാളുടെ കയ്യിൽ 50,000 രൂപ ഉണ്ട്. 50,000 രൂപ അയാളുടെ കയ്യിൽ റമദാൻ 1 മുതൽക്കുണ്ടെന്ന് കൂട്ടിയോളി. ആ റമദാൻ 1 മുതൽക്കുള്ളത് ശവ്വാൽ അയാൾ ഒരു ബിസിനസ് തുടങ്ങുകയാണ്. ഈ ബിസിനസ്സിൽ ഇയാൾ ഈ 50,000 രൂപക്ക് താൻ ഇടുന്ന കടയിലേക്കുള്ള പിന്നെ വസ്തുക്കൾ വാങ്ങി. ആ വസ്തുക്കൾ വാങ്ങിയപ്പം അതിൽ പല വസ്തുക്കളുണ്ടാവും. ഒന്ന് അവിടുത്തെ സൗകര്യങ്ങൾ ശരിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ളതുണ്ടാവും. പിന്നെ കച്ചവട വസ്തുക്കൾ, വിൽക്കാനുള്ള സംഗതികൾ വാങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ വിൽക്കാനുള്ള സംഗതി എന്ന് പറഞ്ഞാൽ അതിൽ പലതും ഉണ്ട്. അതിൽ നിങ്ങൾ വിൽപ്പനയ്ക്ക് വേണ്ടി പൊതിയാൻ വരുന്ന കവറ് വരെ കണക്ക് കൂട്ടേണ്ടി വരും. വിൽപ്പനയ്ക്ക് വേണ്ടി അത് കരുതിയിട്ടുണ്ടെങ്കിൽ ആ കവറ് വരെ അതിൽ കണക്ക് കൂട്ടേണ്ടി വരും. അങ്ങനെ ആ കണക്ക് കൂട്ടുമ്പോൾ ഇവിടെ വിഷയം എന്താ വെച്ചാൽ ശവ്വാൽ ഇയാൾ 50,000 ഉറുപ്പ്യ ഇപ്പം എന്താക്കി? കച്ചവട വസ്തുവാക്കി. അപ്പോൾ അയാൾ സക്കാത്ത് മുറിഞ്ഞോ? ഹൗല് മുറിഞ്ഞോ? ഇല്ല, മുറിഞ്ഞിട്ടില്ല എന്ന് പറയും. അത് എന്തുകൊണ്ട്? ഈ ക്യാഷും കച്ചവട വസ്തുവും ഒരേ വിധിയിലാണ് എന്നറിയും. ക്യാഷും കച്ചവട വസ്തുവും ഒരേ വിധിയിലാണ്. അപ്പോൾ ക്യാഷ് കോലം മാറ്റി, അല്ലെങ്കിൽ ഈ കാശായിട്ട് ഞാൻ സക്കാത്ത് സ്വർണ്ണമാക്കി മാറ്റി എന്നുള്ളതുകൊണ്ട് ഹൗല് മുറിയാൻ പോണില്ല. ഇയാളെ കയ്യിൽ 50,000 രൂപ ഉണ്ടേനു. അയാൾ ഒരു 6 മാസത്തിന് ശേഷം ആ 50,000 രൂപയ്ക്ക് സ്വർണം വാങ്ങി എന്നതുകൊണ്ട് ഹൗല് മുറിയൂല. അവിടെ ഈ ഹൗല് മുറിയുമോ ഇല്ലേ എന്ന വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരാളുടെ കയ്യിൽ അതേ വിധിയിലേക്ക് സ്വർണത്തിൻ്റെ വിധിയിലാണ് ക്യാഷ് ഉള്ളത്, കച്ചവട വസ്തുക്കളുള്ളത്. വെള്ളിയുടെ വിധിയിലാണ് ക്യാഷ് ഉള്ളത്, കച്ചവട വസ്തുക്കളുള്ളത്. വെള്ളിയും സ്വർണം ഒരാളെ കയ്യിലുണ്ടെങ്കിൽ ക്യാഷ് സ്വർണം വെച്ച് കണക്കാക്കണോ വെള്ളി വെച്ച് കണക്കാക്കണോ? അപ്പോൾ സ്വർണം വെച്ച് കണക്കാക്കിയ ഈ അടുത്തൊന്നും പലർക്കും സക്കാത്ത് ഉണ്ടാവില്ല. കാരണം സ്വർണത്തിന് ഇപ്പം അങ്ങനെയാണ് വില. വെള്ളി ആവുമ്പോഴോ കുറച്ച് വില കുറഞ്ഞതുകൊണ്ട് ആളുകൾക്ക് മിക്കവാറും പലർക്കും സക്കാത്ത് ഉണ്ടാവും. പണ്ഡിതന്മാർ പറഞ്ഞു ആ മൂല്യത്തിൽ, ഇനി ഒരു കാലത്ത് സ്വർണത്തിൻ്റെ മൂല്യം കുറഞ്ഞ അന്നും സ്വർണത്തിനെ മാനദണ്ഡമാക്കണമെന്നാണ്. അപ്പോൾ മൂല്യത്തിൽ ഏതാണോ കുറവ് അതിനെയാണ് കറൻസിയുടെ വിഷയത്തിൽ മാനദണ്ഡമാക്കേണ്ടത്. ഇതൊക്കെ പണ്ഡിതന്മാർ സക്കാത്തിൻ്റെ വിഷയത്തിൽ തീർപ്പ് കൽപ്പിച്ച കൊല്ലാകൊല്ലം ഇതൊക്കെ നമ്മൾ കേൾക്കുകയും ചെയ്യും. എന്നാലൊരു സംശയമാണ്, ഇത് എല്ലാവരും മനസ്സിൽ നിന്നോളണമെന്നില്ല. അപ്പോൾ മനസ്സിൽ നിൽക്കണമെന്നില്ല. അവനാൻ്റെ കയ്യിൽ ക്യാഷ് വരുമ്പോൾ ഒന്ന് അറിയാവുന്നവരോട് ചോദിക്കുക, ഒന്ന് കണക്ക് പറഞ്ഞു കൊടുക്കുക. ആ കണക്ക് കൂട്ടിയിട്ട് തനിക്ക് സക്കാത്തുണ്ടോ എന്നുള്ളത് അയാൾ ഉറപ്പിക്കുക. ഇത് കുറച്ച് പണിയാണോ എന്ന് ചോദിച്ചാൽ ചെറിയ ലേശം പണിയുണ്ട്. ആ പണി വാജിബാണ് എന്നാണ് പറയണത്.
അപ്പോൾ സക്കാത്ത് കൊടുക്കൽ വാജിബാണെന്ന് പറയാനുള്ളതിനേക്കാളും ഈ വാജിബ് നിർവഹിക്കാൻ ഒരു കൊല്ലം അവങ്ങനെ ലൈവായിട്ട് നിൽക്കണം, മറന്നുപോകാതെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്നൊരു വിഷയമുണ്ട്. അങ്ങനെ നിൽക്കൽ വാജിബാണ്. അപ്പോൾ അത് ഞാൻ പറഞ്ഞതിൻ്റെ ഒരു ചുരുക്കം. അപ്പോൾ ഒരു അന്യൻ്റെ, ഒരു സാധുവിൻ്റെ അഴുക്ക് എൻ്റെ സ്വത്തിലുണ്ടാവാൻ പാടില്ല, ഒരു സാധുവിന് കൊടുക്കേണ്ട ഭാഗം എൻ്റെ സ്വത്തിലുണ്ടാവാൻ പാടില്ല എന്ന ഒരു താല്പര്യം, ആ താല്പര്യം തന്നെയാവണം നമ്മുടെ ഏത് ഇബാദത്തിലും നമുക്കുണ്ടാവേണ്ടത്. അള്ളാഹു കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന മുഅ്മിനീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സക്കാത്തുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ പ്രചരിച്ചിട്ടുള്ള ഒരു വിഷയമാണ് സ്ത്രീകൾ ഉപയോഗിക്കുന്ന ആഭരണത്തിന് സക്കാത്തില്ല എന്ന ഒരു വിഷയം. സ്ത്രീകൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ആഭരണത്തിന് സക്കാത്തുണ്ടോ എന്ന വിഷയത്തിൽ രണ്ട് അഭിപ്രായങ്ങൾ പണ്ഡിത ലോകത്തുണ്ട്. ഒന്ന് ഷാഫിഈ മദ്ഹബാണ്. ഷാഫിഈ മദ്ഹബ് അനുസരിച്ച് സ്ത്രീകൾ ഉപയോഗിക്കുന്ന ആഭരണത്തിന് സക്കാത്തില്ല എന്നാണ്, ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആഭരണത്തിന് സക്കാത്തില്ല എന്നാണ്. രണ്ടാമത്തത് സക്കാത്ത് അത് 10 പവനാണെങ്കിൽ ഉപയോഗിക്കുന്നതാവട്ടെ അല്ലാത്തതാവട്ടെ, ആഭരണമാവട്ടെ മറ്റെന്തെങ്കിലും രൂപത്തിലുള്ളതാവട്ടെ, സ്വർണത്തിന് സക്കാത്ത് കൊടുക്കണം എന്നാണ്. അങ്ങനെ രണ്ട് അഭിപ്രായമാണുള്ളത്. ഇവിടെ ഈ ഒന്നാമത്തെ അഭിപ്രായം തന്നെ നമുക്ക് എടുക്കാം, സക്കാത്തില്ല എന്ന അഭിപ്രായം. സ്ത്രീകൾക്ക് ആഭരണത്തിന് കൂടുതൽ പ്രബലമായ അഭിപ്രായം സ്ത്രീകളുടെ ആഭരണത്തിനടക്കം സ്വർണമാണോ 10 പവനുണ്ടോ സക്കാത്ത് കൊടുക്കണം എന്നാണ്. എന്നിരിക്കെ തന്നെ ഈ തെറ്റിദ്ധാരണ നീങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ പറയാണ്, സ്ത്രീകൾ ഉപയോഗിക്കുന്ന സ്വർണത്തിന് സക്കാത്തില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ ഷാഫിഈ മദ്ഹബ്, ഹംബലി മദ്ഹബ് ഒക്കെ ഈ അഭിപ്രായക്കാരാണ്. ഈ പറഞ്ഞ പണ്ഡിതന്മാരൊക്കെ അതിൻ്റെ തലക്കൽ അപ്പുറവും ഇപ്പുറവും എഴുതി വെച്ചൊരു കാര്യം കൂടിയുണ്ട്. എന്താണെന്നറിയോ ആ കാര്യം? ഇത് സൂക്ഷിപ്പ് മുതൽ എന്ന നീയത്ത് വെക്കാത്തിടത്തോളം കാലം, അങ്ങനെ ഒരൊറ്റ കണ്ടീഷൻ അവർ വെച്ചിട്ടുണ്ട്. ഇത് സൂക്ഷിപ്പ് മുതൽ എന്ന നീയത്ത് വെക്കാത്തിടത്തോളം കാലം. അപ്പോൾ ഒരു ബാപ്പ കുട്ടിക്ക് എന്തിനാ സ്വർണ്ണം ഉണ്ടായി കൊടുക്കുന്നത്? അവളെ കൗത്തിലൊന്നും ഇങ്ങനെ, ഒരു പെണ്ണല്ലേ, അപ്പോൾ ആ കൗത്ത് കാലിയായി കിടക്കേണ്ട ഒരു സ്വർണ്ണം ഉണ്ടാവട്ടെ, ആ കാത്ത് ഒരു കാത് അങ്ങനെയൊക്കെ എടുക്കണ്ടല്ലോ എന്ന് വിചാരിക്കുകയാണെങ്കിൽ, അങ്ങനെയുള്ളത് ഒരു വാപ്പ കായുള്ളത് കൊണ്ട് 10 പവന് മോക്ക് ഉണ്ടായി കൊടുത്താണ്. എന്തിനുണ്ടായി കൊടുത്ത്? ഓളെ ശരീരത്തിൽ ആ സ്വർണം കിടക്കട്ടെ എന്ന നിയത്തിലാണെങ്കിൽ അതിന് സക്കാത്തില്ല എന്നാണ്. എന്നാൽ നമ്മുടെ നാട്ടിലുള്ളത്, ഒരു പെൺകുട്ടി ജനിക്കുമ്പം ആ പെൺകുട്ടിക്ക് പണ്ടുണ്ടായി കൊടുക്കണതിൽ ഈ ബാപ്പയും ഉമ്മയും മനസ്സിൽ വെക്കുന്ന നിയത്ത് എന്താ? ഭാവിയിൽ ഓളെ പഠിപ്പിക്കാനോ അല്ലെങ്കിൽ ഓളെ കെട്ടിക്കാനോ, കാലത്തേക്ക് ഓളെ പേരിൽ എത്ര പണ്ടുണ്ടാക്കി വെച്ചിക്കണ് എന്ന് പറയാനാണ്. ഭാവിയിൽ ഈ പറയുന്ന കുട്ടികൾക്കുള്ള ഒരു ഇന്ധനം ശേഖരിക്കുക, പണം ശേഖരിക്കുക എന്ന അടിസ്ഥാനത്തിലാണ് നമ്മളെ നാട്ടിൽ പൊതുവെ ഈ പറയുന്ന സ്വർണം ആളുകൾ ശേഖരിച്ചൊരു പെൺകുട്ടിൻ്റെ പേരിൽ സ്വർണ്ണം ഉണ്ടാക്കൽ. എപ്പോഴെങ്കിലൊക്കെ കിട്ടും, ബാക്കി സമയത്ത് അലമാരിയിൽ എടുത്തു വെക്കും. ഇതിന് സക്കാത്തില്ല എന്ന് ഫിഖ്ഹിൽ ഒരു കിതാബിലും ഇല്ല. ഈ ഒരു നീയത്തിലാണോ എങ്കിൽ പിന്നെ സക്കാത്തില്ല എന്ന് പറഞ്ഞാൽ അഭിപ്രായ പ്രകാരം അതിന് സക്കാത്തുണ്ട് എന്നാണ്. ഇമാം നവവി തൻ്റെ ശർഹുൽ മുഹദ്ദബിൽ പറഞ്ഞിട്ടുണ്ട്, മഹല്ലിയിൽ അത് പറഞ്ഞിട്ടുണ്ട്, പള്ളി ദർസിൽ ഓതുന്ന കിതാബുകളിലൊക്കെ ഈ വിഷയം ഉണ്ട്. അതുകൊണ്ട് നിത്യമായി ധരിക്കാൻ നീയത്തുള്ള ആ സ്വർണത്തിന് സക്കാത്തില്ല എന്ന് നീയത്ത് മാറുന്നോ അന്ന് മുതൽക്ക് സക്കാത്തിലേക്ക് അതാണ് കൂട്ടണം എന്നാണ്. അതുകൊണ്ട് ആഭരണത്തിന് സക്കാത്ത് ഉണ്ട് എന്ന് പറഞ്ഞാലും ഇല്ല എന്ന് പറഞ്ഞാലും നമ്മളെ നാട്ടിൽ മിക്കവാറും പെണ്ണുങ്ങൾ ഉപയോഗിക്കുന്ന ആഭരണത്തിന് സക്കാത്തുണ്ട് എന്ന് തന്നെയാണ് ഫിഖഹിൻ്റെ കിതാബ് വെച്ച് മനസ്സിലാവുന്നത്. രണ്ട് അഭിപ്രായം എടുത്താലും ആ രൂപത്തിലാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് സക്കാത്ത് ഈ വിഷയത്തിൽ നമ്മൾ ചോദ്യം ചോദിക്കേണ്ടത്, എനിക്ക് സക്കാത്ത് ഇല്ലല്ലോ എന്ന്, അല്ലെങ്കിൽ സക്കാത്ത് ഇല്ലാതാക്കാനല്ല, രണ്ട് ധാരണയും വേണ്ട, ഇല്ലാതെ കൊടുക്കും വേണ്ട, ഉണ്ടായിട്ട് കൊടുക്കാതിരിക്കും ചെയ്യരുത്. ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുക. സക്കാത്ത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണെങ്കിൽ അപ്പോൾ സക്കാത്തില്ലല്ലോ, ഇങ്ങനെയാണെങ്കിൽ അപ്പം ഉണ്ടാവില്ലല്ലോ എന്ന രൂപത്തിലുള്ള ചോദ്യം ആ മനോനിലാണ്ട് മാറ്റിയിട്ട്, ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കും, ഇല്ലെങ്കിൽ എനിക്ക് സക്കാത്തില്ല
എന്നതറിയാവുന്ന രൂപത്തിൽ ലൂപ്പോള് കണ്ടെത്താൻ അല്ലാത്ത രൂപത്തിൽ ഈ വിഷയം നമ്മൾ ചോദിച്ച് ഉറപ്പ് വരുത്തുക. അള്ളാഹു അത്തരം മുഅ്മിനീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി വഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ അല്ലാഹുമ്മ അജിർനാ വഅജിർ വാലിദീന മിനൻ നാർ. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان فلا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد والحمد لله رب العالمين.